KNMന്റെ നേതൃത്വത്തെ കുവൈത്തിൽ കാലുകുത്തില്ല. കേട്ടാ വിചാരിക്കുക ജാബർ സബാഹിന്റെ മരുവൻ അയാള്. കുവൈത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല നേതൃത്വത്തെ. പോയി ആദ്യം പോയത് അബ്ദുറഹ്മാൻ സലഫി ഞാനുമാണ്. എയർപോർട്ടിൽ ഇറങ്ങി ഫോട്ടോ ഫേസ്ബുക്കിൽ വന്നപ്പോ ഇവരുടെ വേദനയും അതേപോലെ തന്നെ കരച്ചിലും രഹസ്യമായിട്ട് വന്നു കളഞ്ഞു. രഹസ്യമായിട്ടാണ് വന്നത്. ഞങ്ങൾ രഹസ്യമായിട്ടല്ല, കോഴിക്കോട് എയർപോർട്ടിൽ പോയി അതേപോലെ അവിടുന്ന് ഫ്ലൈറ്റിൽ കയറി കുവൈത്ത് എയർപോർട്ടിൽ ഇറങ്ങിയതാണ്. ഇതൊന്നും ആലോചിക്കാൻ കഴിയാത്തവർ പിന്നെ വെല്ലുവിളിക്കാൻ നിൽക്കണോ? ഈ ഞങ്ങളെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ച് എവിടെ പോകുന്നു, ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കാൻ കഴിയുന്ന ആളുകളല്ലേ വെല്ലുവിളിക്കേണ്ടതുള്ളൂ. ഇറങ്ങിയപ്പോ പിന്നെന്താ വെല്ലുവിളി? ഇഹിയാത്തുറാസിന്റെ മുറ്റത്ത് കയറാൻ സമ്മതിക്കൂലാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇയാള് ഇഹിയാത്തുറാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അമ്മാനാടുന്ന സാധനല്ലേ, നമുക്ക് കയറാൻ കഴിയൂല. നമ്മളെ പ്രവർത്തകന്മാര് പോയി, നമ്മളെ നേതാക്കന്മാരുമല്ല. ഇഹിയാത്തുറാസിന്റെ ചെയർമാൻ നിസ്കരിക്കുന്ന പള്ളിയിൽ സുബഹിക്ക് പോയി നമ്മുടെ പ്രവർത്തകന്മാർ പറഞ്ഞു, കേന്ദ്രത്തിന്റെ നേതാക്കന്മാർ വന്നിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് കാണണമെന്ന് താല്പര്യമുണ്ട്, എന്ത് ചെയ്യണം? ഷെയ്ഖ് താരിഖ് ഈസ പറഞ്ഞു ഒരു 10:30 മണിക്ക് അവരോട് വരാൻ പറ, ഞാൻ ഓഫീസിലുണ്ടാവും. ഞങ്ങൾ എത്തിയത് 11 മണിക്ക്. PNന്റെ വലിയ പരാതി അതാ, 10:30 പറഞ്ഞിട്ട് 11 മണിക്കാ ചെന്നത്. താരിഖ് ഈസക്ക് പരാതിയില്ല. ഇങ്ങനെ 11 മണിയായതിന് അയാളെ ഏറ്റിട്ടില്ല. ഞങ്ങൾ ചെന്നപ്പോ നല്ല തണുപ്പാണ്. ഞങ്ങൾ കോട്ടിടാതെയാണ് പോയത്. താരിഖ് ചോദിച്ചു ഇതെത്താ ഇത്, ഇങ്ങനെ നടക്കാൻ പാടില്ല. മൂപ്പരെ റൂമൊക്കെ കൊണ്ടുപോയി ഞങ്ങൾക്കൊക്കെ ഓരോ കോട്ടെടുത്ത് തന്നു. അതുമായി അദ്ദേഹത്തിന്റെ കൂടെ നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. നിസ്കരിച്ചു കഴിഞ്ഞു. എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങൾ, സുഖ സംസാരങ്ങളൊക്കെ നടത്തി. TP അബ്ദുൽ ഖായ മദനി പറഞ്ഞു, മുഹീദ്ദീൻ മദനി പറഞ്ഞു, ഞങ്ങൾ വന്നത് നിങ്ങൾ ഞങ്ങൾക്കൊരു കത്ത് അയച്ചിട്ടുണ്ട്, ആ കത്തിന്റെ മറുപടി തരാൻ വേണ്ടി മാത്രമാണ്. ഇതാ കത്ത്. പേജുകളുള്ള കത്ത് കൊടുത്തു. ഇഹിയാത്തുറാസാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് ചില ആളുകളൊക്കെ വിചാരിക്കാറുണ്ട്. ആ ഇഹിയാത്തുറാസിന്റെ ഫത്വയാണ് കേരളത്തിലെ മുജാഹിദുകളുടെ മാഗ്ന കാർട്ട എന്ന് വിചാരിക്കുന്നവരുണ്ട്. അത്തരം ആളുകൾക്ക് കൂടിയുള്ള മറുപടിയാണ് അതിലുള്ളത്. ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങൾ പ്രമാണമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ അകത്താക്കാനും നിങ്ങൾ പറയുന്നത് പോലെ പുറത്താക്കാനുമുള്ളവരല്ല. ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഞങ്ങളുടെ തീരുമാനമുണ്ട്. ആദർശ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഞങ്ങളുടെ പണ്ഡിത സംഘടനയുണ്ട്. അതിലുള്ള ഒരു വരി, PNനോടുള്ള സ്നേഹം നിങ്ങളെ സത്യം കാണാൻ പ്രേരിപ്പിക്കാതിരിക്കരുത്, അതിൽ നിന്ന് തടയരുത്. അത്ര നേരെ പറഞ്ഞു. PN ചെയ്ത അനീതികൾ, ഈ സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടസ്സപ്പെടുത്താൻ നടത്തിയ ശ്രമം ഒക്കെ നമ്മളതിൽ പറഞ്ഞു. ഈ കത്ത് ഷെയ്ഖ് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ ഷെയ്ഖ് കയറി വരിക, വലിയ ഷെയ്ഖ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നേരെ മുമ്പിൽ അവിടെ വന്നിരുന്നു. അപ്പോഴും താരിഖ് ഈസ കത്ത് വായിക്കും. കത്തിങ്ങനെ പേജുകൾ മറിച്ചു, മുഴുവൻ വായിക്കുന്നില്ല, ഒറ്റ നോട്ടം നോക്കുകയാണ് മുമ്പിൽ. കസേരയിൽ നിന്ന് തിരിഞ്ഞ് TPയുടെ നേരെ ഇരുന്നു, മുഹീദ്ദീൻ മദനിയുടെ നേരെ ഇരുന്നു. എന്താ വിഷയം? നമുക്ക് യോജിപ്പ് വേണ്ടേ? ഇവർ പറഞ്ഞു വേണം. ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആരുമായി യോജിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാ നമുക്കത് ചർച്ച ചെയ്തുകൂടെ? KNMന്റെ ഒരു സാധാ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയ ഒരു സമീപനമായിരുന്നു TPയുടെ. PNനെ മുമ്പിലിരുത്തി PN എന്റെ കയ്യിലാണ് താരിഖ് ഈസ എന്ന് പറയുന്ന താരിഖ് ഈസയോട് ബഹുമാന്യനായ TP അബ്ദുൽ ഖായ മദനി പറഞ്ഞു, ഇയാളവിടെ ഇരുത്തിക്കൊണ്ട് സംസാരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. താരിഖ് ഈസ ചോദിച്ചു PNനോട്, അല്ല നിങ്ങൾക്ക് വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി വന്നാൽ. എന്നാ ഇറങ്ങി പുറത്തിരിക്കും, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ഇപ്പൊ PN ഇപ്പൊ പറയണെന്താ? എന്നോട് ഇറങ്ങി പോടാന്ന് പറഞ്ഞു. എന്നോട് ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ടില്ല, പുറത്ത് കാത്തിരിക്കുന്ന പറഞ്ഞത്. സംഗതി അങ്ങനെ തന്നെ. അത് ഞാൻ സുല്ലമുസലാമ് പഠിക്കുമ്പോ KC അബൂബക്കർ മൗലവി ഞങ്ങൾക്ക് ക്ലാസ് എടുക്കും. സാഹിത്യ സമാജത്തിലെ പലപ്പോഴും അധ്യക്ഷനായി വരും. ഒരിക്കല് ഒരു സമാജം കഴിഞ്ഞ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ പള്ളിയിലേക്ക് നടക്കുമ്പോൾ പറഞ്ഞു, എടാ പ്രസംഗത്തിൽ ശൈലികൾ ഉപയോഗിക്കണം, അത് ആളുകളെ ആകർഷിക്കും. ഞാൻ പറഞ്ഞു, അതിനിപ്പോ കാണാതെ പഠിക്കണ്ടേ? അതൊക്കെ വേണ്ടി വരും. എന്നിട്ട് പറ്റിയ സ്ഥലത്ത് പ്രയോഗിക്കണം. പക്ഷെ ഒന്നുണ്ട്, ഓരോരുത്തന്റെ നിലവാരത്തിനനുസരിച്ചുള്ള ശൈലിയെ പറയാൻ പാടുള്ളൂ. ഞാൻ ചോദിച്ചു, അതെങ്ങനെ? അത് CH മുഹമ്മദ് കോയ പ്രസംഗിക്കുമ്പോ പറയും, പുല്ലിൽ തൂവിയ തവിട് പോലെ എന്ന് പറയും.
ഒരു വസ്തു ഇല്ലാതായി കാണാതായി എന്നുള്ള നിലക്ക് പുല്ലിൽ തൂവിയ തവിട് പോലെ എന്ന് പറയും. ഞാൻ പറഞ്ഞ ശരിയാവില്ല. ഞാൻ പറയുമ്പോ പറയാ കുറ്റിപ്പൊന്തേമ പട്ടിവാത്യമാതിരി. അത് ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ചാണ്. അതുപോലെ തന്നെ ഇത് ഷൈഖിന്റെ നിലവാരത്തിനനുസരിച്ച് ഇറങ്ങി പുറത്തിരിക്കുന്ന പറയും. ഞാനാ ഷൈഖ് സ്ഥാനത്തെങ്കിലും ഇറങ്ങി പോടാന്ന് പറയും. അത് ഉറപ്പല്ലേ? ഓരോരുത്തരും ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ച് സംസാരിക്കും. ഷൈഖ് പറഞ്ഞു അല്ല ഷൈഖ് ഇറങ്ങി പോടാന്ന് പറയും. അത് അറബികൾ ഓരോ മൂത്ത് കുത്തിയാ പറയൂ. അത് അറബികളുടെ മാന്യതയും സംസ്കാരമാണ്. സക്കരിയ പറഞ്ഞ മാതിരി എനിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നു. എനിക്കറിയാം. പിന്നെ വേറൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, എന്താണ് ഹനീഫ പോകാൻ എഴുന്നേറ്റു. ഇത് പറയുമ്പോഴത്തേക്ക് ഹനീഫ പോകാൻ എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റു. കാരണം ഇയാളെ മുമ്പിൽ സംസാരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എന്റെ നേതൃത്വം പറഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ താരിഖിന്റെ അനുയായിയല്ല. എന്റെ നേതാവ് അവിടെ എത്തിയ ആ നേതൃത്വം അവിടെ ഇരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആ നേതൃത്വം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റ് മാറണം. ഞാൻ എഴുന്നേറ്റു. അപ്പൊ ഇയാള് പുറത്തുപോയി നമ്മുടെ നേതൃത്വം കൃത്യമായി ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഈ കാര്യങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വ്യക്തമാക്കി കൊടുത്തു. കൂട്ടത്തിൽ പറഞ്ഞു എ.പി. അബ്ദുൽ ഖാദർ മൗലവി വരാനുണ്ട്, വന്നാൽ കാണണം. താരിഖ് പറയാ വന്നാൽ കാണണം. ഈ പി.എം.എ ലത്തീഫ് മദനി നടത്തിയ കൃത്രിമത്തെ കുറിച്ച് ബൈത്തുൽ സക്കാത്തിൽ നിന്ന് കേരളത്തിലെ അനാഥ മക്കൾക്ക് സഹായിക്കാൻ വേണ്ടി അവർ നൽകിക്കൊണ്ടിരിക്കുന്ന പണം അത് കേന്ദ്രത്തിന് അയക്കാൻ പാടില്ല, മറിച്ച് ഇഹിയാത്തുറാസിന്റെ അക്കൗണ്ടിലൂടെ അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളയച്ച കത്ത് ഇത്ര കാലം എന്താ പറയലേ, 1/4 നൂറ്റാണ്ട് കാലം KNM-ന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകി ഞാൻ കുവൈത്തിലുണ്ടായിരുന്നു അല്ലേ? ആ 1/4 നൂറ്റാണ്ട് കാലം KNM-ന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി അവിടെ പ്രവർത്തിച്ച മനുഷ്യൻ KNM-ന്റെ നേതൃത്വവും ആ താരിഖുമായി സംസാരിക്കുമ്പോ ഇറങ്ങി പുറത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായി. അതാ അഹങ്കാരത്തിനുള്ള തിരിച്ചടി, അതാ അഹങ്കാരത്തിന്റെ ഫലം. എന്നിട്ടോ എ.പി. അബ്ദുൽ ഖാദർ മൗലവി വന്നു. താരിഖ് ഞങ്ങൾ തിരിച്ചു പോരുന്ന ദിവസം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു വരണം, 3 മണിക്ക് അസരസ്കരിക്കാൻ നിങ്ങൾ എന്റെ ഓഫീസിനരികിലെത്തണം. ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോ എന്റെ PN പട്ടാളോ. അങ്ങനെയാണ് മൂപ്പര് ഒറ്റക്ക് നടക്കൂല, പട്ടാളക്കാര് വേണം. ആദ്യം മുന്നിൽ DIG ആയിട്ട് മൂപ്പര മോനുണ്ടാവും, അതിന് പിന്നിലാണ് ചോറ്റുപട്ടാളം ഉണ്ടാവുക. ചോറ്റുപട്ടാളം വന്നു. ദ്രവൻ സലഫിയുടെ അരികിൽ ചെന്നു. ദ്രവൻ സലഫി ചോദിച്ചു, അല്ല PN നിങ്ങൾ എനിക്ക് 2 പാസ്പോർട്ട് ഉണ്ട് എന്ന് ബാക്കിയുള്ളവരോടൊക്കെ പറയണ മാതിരി മായൻകുട്ടി മേത്തരോട് പറഞ്ഞാൽ ശരിയാവോ? CP സലീഫിനോട് പറയാ, കാരണം ഓനിനെ പറ്റി ധാരണയില്ല. ഫൈസൽ മൊയ്ലിയാരോട് പറയാ, അയാൾക്ക് ഇതിനെ പറ്റി ധാരണയില്ല. അയാൾ പറഞ്ഞ പഴയ പാസ്പോർട്ട് തന്നെ പറയില്ല. അപ്പൊ സലഫിക്ക് 2 പാസ്പോർട്ട് ഉണ്ട് എന്ന്. മുജാഹിദിനോടും പറയാ, കാരണം സിമന്റ് പ്രൂഫ് ബുള്ളറ്റ് പ്രൂഫ് കാര്യം മാത്രമേ പറയുള്ളൂ. ഇങ്ങനെ ഈ മായൻകുട്ടി മേത്തറോട് പറഞ്ഞാൽ മേത്തർ ബുദ്ധിയുള്ളവരല്ലേ, മേത്തർ ആലോചിക്കില്ല. അതെങ്ങനെ സലഫിക്ക് 2 പാസ്പോർട്ട്? 2 പാസ്പോർട്ട് ഉണ്ട്. 2 പാസ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മഞ്ചേരി SIക്ക് പരാതി, DVSPക്ക് പരാതി, SP-ക്ക് പരാതി, ആഭ്യന്തര വകുപ്പിന് പരാതി, വൈസ് ചാൻസലർക്ക് പരാതി, ഫിനാൻസ് ഓഫീസർക്ക് പരാതി, കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പരാതി, ഇങ്ങനെ എല്ലാവർക്കും പരാതി. എന്നിട്ടോ സലഫീനെ വിളിച്ചൊക്കെ സലഫിയോട് പോയി ഇന്ന് സൗദിയിലാണ്, പിറ്റേന്ന് വിളിച്ചൊക്കെ കുവൈത്തിലാണ്, പിറ്റേന്ന് വിളിച്ചാൽ ദുബൈയിലാണ്. 2 പാസ്പോർട്ടും ഉണ്ട്. ഇത് PN-ഉം പട്ടാളവും ആലോചിച്ചില്ലെങ്കിലും മേത്തർ ആലോചിക്കൂലേ? ഇത് ചോദിച്ചു, മറുപടി പറയാൻ കഴിഞ്ഞില്ല. കുറച്ച് ദൂരെ 2 മാറി നിൽക്കുന്നുണ്ട്. ഫൈസലും സിലാരും സാബർനവാസും. 2നെയും ചൂണ്ടി സലഫി പറഞ്ഞു, കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത് എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. ഇത് 2ഉം ഉണ്ട് നിങ്ങളെ കൂടെ. ഇപ്പോ MSN-ന്റെ പൈസ കെട്ട കള്ളനുണ്ട്, കുള്ളനുണ്ട്. 2ഉം ഒന്നിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളത്. മിണ്ടാൻ കഴിഞ്ഞില്ല PN-ന്. ഷെയ്ഖ് താരിഖ് ഈസ വന്നു, നേതാക്കന്മാരെ സ്വീകരിച്ചു. ഞങ്ങൾ മുന്നിൽ, ഞാനൊക്കെ അന്ന് കിബിറോടെ തലമൊക്കെ സമയത്. കാരണം ഞാനൊക്കെ ഇങ്ങനെ നടക്കുക, എന്റെ പിന്നിൽ PN-ഒക്കെ ആ ക്ഷണിക്കാതെ വന്ന കല്യാണത്തിന് ആളുകൾ നടക്കുന്നവർ ഇങ്ങനെ നടക്കുക. നമ്മള് ക്ഷണിച്ച വിശിഷ്ടാതിഥികളായി എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ കൈയും പിടിച്ച് ഞാനിങ്ങനെ മുന്നിൽ നടക്കുക. കുറച്ചൊക്കെ കിബിറുണ്ടായിരുന്നു. അപ്പൊ ചെന്നു, ഇരുന്നു. AP ഇരുന്നു, TP ഇരുന്നു, മൊഹീദ്ദീൻ മദനി ഇരുന്നു, സലഫി ഇരുന്നു, ഞാനും ഇരുന്നു. ചെന്ന ഉടനെ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രായത്തെ ആദരിച്ച് അദ്ദേഹം ചുമക്കുന്നുണ്ട്.
താരിഖ് ഈസ ഒരു മരുന്നെടുത്തു കൊടുത്തു, ഇത് കഴിക്കണം, അദ്ദേഹത്തിന്റെ ഒരു ഹദിയ. AP വിഷയങ്ങളൊക്കെ പറഞ്ഞു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴുണ്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ എതിർവശത്ത്. അങ്ങനെ ഒരു കൂട്ടരുള്ളത് തന്നെ താരിഖ് ഈസ മൈൻഡ് ചെയ്തിട്ടില്ല. AP മേശപ്പുറത്ത് ഒരു പുസ്തകം എടുത്ത് വായിച്ചു നോക്കി, സിറിയയിൽ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകം. ഉടൻ ശൈഖ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കുറെ കിതാബുകളായിട്ട് വന്ന് ഞങ്ങൾക്കൊക്കെ തന്നു. പിന്നെയും പോയി വേറെ കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടോന്ന് അതും തന്നു. അതിന്റെ ഇടയ്ക്ക് അവിടെയുള്ള അദ്ദേഹത്തിന്റെ ഖാദിമിനോട് ഞങ്ങൾക്ക് സംസം തരാൻ പറഞ്ഞു, അത് തന്നു. ഈത്തപ്പഴം തരാൻ പറഞ്ഞു, അത് തന്നു. മറ്റേയാൾ ഇങ്ങനെ അണ്ടിപോയ അണ്ണാന്റെ വായിരിക്കുകയാണ്. എന്താ പഠിച്ചാണ് കാട്ട്? കാരണം ഇതൊക്കെ ഞമ്മന്റെ കയ്യിലാണെന്നുള്ള വിചാരം. അവസാനം ഒരൊറ്റ അധികാരം പ്രയോഗിക്കൽ. എന്താ പറയാ, അസ്ലാമേ കിതാബ് എടുത്തിട്ട് ഫൈസൽ സാബറിനൊക്കെ കൊടുക്കുക. ഇങ്ങനെ അപ്പോഴാണല്ലോ മൂപ്പര് അധികാരം അറിയുക. ശൈഖ് കൊടുത്തില്ല, ഞങ്ങൾക്കൊക്കെ ശൈഖ് തന്നു. ശൈഖ് അവർക്ക് കൊടുക്കാതായപ്പോ എന്ത് ചെയ്തു? പിയെന്ന് പറഞ്ഞു കൊടുക്കും. ഫൈസലും വലിയാര് പറഞ്ഞു പിന്നെ ഞങ്ങൾക്കും തന്നതാ. പിന്നെ തന്നതിനെന്ത് വില? ഞങ്ങളെ മുമ്പിന്ന് തരണ്ടേ? അപ്പോഴല്ലേ വില മനസ്സിലാകുക. അപ്പൊ ഞാൻ പറഞ്ഞത് കുവൈത്തിലെ ചാപ്പൻ അങ്ങനെ, സൗദിയിലെ ചാപ്പൻ ഇങ്ങനെ, ഈ ആളുകളൊക്കെ വ്യാമോഹിപ്പിച്ചു ഈ സാധുവിനെ. എന്നിട്ടോ